രാവിലെ തന്നെ നമ്മൾ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സും പിന്നെ പൂരത്തിനിട്ടിരുന്ന ഈ ഒരു ഡ്രസ്സും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചാണ്. അപ്പം ഞാൻ പേജ് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനും രാഹുലേട്ടൻ്റെ അമ്മയും പിന്നെ പിത്തുവും കൂടി ആയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മുട്ടറക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ തേങ്ങ അവിടെ ഉടച്ചിട്ട് മുട്ടറക്കുക. ഇവിടെ എത്തിയപ്പോൾ കുഞ്ചുവിൻ്റെ പിറന്നാളായതുകൊണ്ട് ശിവലേട്ടനും ശ്രീഷ്മേച്ചിയും പിന്നെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ കയറി മുട്ടറുത്തതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ട് നല്ല പരവേശം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയത് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു സമാധാനമായത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് കളിപ്പാട്ടവും പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി പിരിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വരുന്ന വരിക്ക് ഒരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുലേട്ടൻ വീട്ടിൽ എത്തിയപ്പോഴത്തേനും ഉടനെ തന്നെ പുള്ളി ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് നേരെ എറണാകുളത്തേക്ക് പോവാണ്. അങ്ങനെ എറണാകുളത്ത് എത്തിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടുകാരൻ അനസിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ രോണി ചേച്ചിയുടെ ഫ്ലാറ്റിലും ചെന്നിട്ട് അവിടെ തേങ്ങയും ചക്കയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ ചാർജർ അവിടെ വെച്ച് മറന്നിട്ട് ഞാൻ പിന്നെയും കയറിപ്പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നല്ലൊരു ഉറക്കം കാറിൽ കയറിയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം ഉറക്കം അധികം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേനും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബായ്.